ശരത്, അഫാൻ വിഷയമാണ് സംസാരിക്കേണ്ടെന്ന് തോന്നുന്നു. കാരണം അഫാൻ എന്ന് പറയുന്ന ആൾ വെഞ്ഞാറമൂട് ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അഫാൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം അതീവ സുരക്ഷയുള്ള ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇതൊരു സുരക്ഷാ വീഴ്ചയല്ലെന്ന് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് വന്നാൽ പോലും ഇതൊരു സുരക്ഷാ വീഴ്ചയാണെന്നും അതിൽ ഒരു മൗനസമ്മതം സിസ്റ്റത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതും ആണ് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ടിട്ട് മറുനാടൻ മലയാളിയിലേക്ക് അഫാന്റെ അഡ്വക്കേറ്റ് വിളിക്കുന്നു. ശരത്ത് അഡ്വക്കേറ്റുമായി ഇൻ്റർവ്യൂ നടത്തുന്നു. ഒരുപാട് ഇൻപുട്സുകൾ എങ്ങനെയാണ് ഒരു അഫാൻ ശിക്ഷിക്കപ്പെടണം, അത് മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണമെന്നും അഫാൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും അഫാൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരു പ്രതിക്കും ആ പ്രതിഭാഗത്ത് നിൽക്കുന്ന വക്കീലിനും കിട്ടേണ്ടുന്ന കുറച്ച് നിയമപരമായ റൈറ്റ്സ് ഉണ്ട്. അത് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള വലിയൊരു ക്ലെയിം അഡ്വക്കേറ്റ് വെക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അഫാന്റെ ആരോഗ്യനിലയിൽ യാതൊരുവിധ പുരോഗതിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അഫാൻ ആശുപത്രിയിൽ അതേ നിലയിൽ തുടരുകയാണ്. ജീവിച്ചിരിപ്പുണ്ടോ, വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അഫാൻ ജീവൻ നിലനിർത്തുന്നതാണ് മനസ്സിലാവുന്നത്. അപ്ഡേറ്റ്സുകൾ എടുത്തിരുന്നു ശരത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഫാക്ട് ആയിട്ടൊന്നും എടുക്കണമെന്നില്ല. ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഒരു യാഥാർത്ഥ്യങ്ങൾ പറയാം. അതിനകത്ത് അഫാൻ ഇതിനകത്ത് തെറ്റുകാരനോ അല്ലെങ്കിൽ അഫാൻ അങ്ങനെ ചെയ്തത് ശരിയായോ അതിനകത്ത് സുരക്ഷ ഇതൊന്നും പറയില്ല. പക്ഷെ നമ്മൾ ജയിലിൽ അറിയാത്ത കുറച്ച് കഥകളുണ്ട്. അത് ജയിലിൽ നേരത്തെ പ്രവർത്തിച്ചവരുടെ അനുഭവങ്ങൾ കൊണ്ടും ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇപ്പൊ അഫാന്റെ അഡ്വക്കേറ്റ് സജി വി അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഇൻപുട്ട് മനസ്സിലാക്കിയത്തോളം ജയിലിലുള്ള ഒരു രീതികളുണ്ട്. ജയിലിനകത്ത് ഞാൻ ഇപ്പോൾ കയറുമ്പോൾ പ്രതി കയറുമ്പോൾ നടയടി എന്നുള്ള രീതിയൊക്കെയാണ്. അത് പലയിടത്തും ഇപ്പോഴും ഉണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. മാത്രമല്ല അവിടെ സഹതടവുകാർ ട്രീറ്റ് ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് പീഡന കേസിന് വരുന്നവർ, അതായത് കൊച്ചുകുട്ടികളൊക്കെ അവരെ കാര്യം നമുക്ക് സിനിമകളിലൂടെ കണ്ടിരുന്നു. എനിക്ക് സപ്തമിശ്രീ തസ്കര സിനിമയിലൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് പറയും. മാത്രമല്ല അതിനകത്ത് പോരായ്മ, കാരണം ഇവിടെ പ്രതി എത്തുമ്പോഴത്തേക്കും പുറം ലോകമായിട്ടൊരു ബന്ധമില്ല, അവിടെ മീഡിയ വരുന്നില്ല. ആകെ കാണാൻ പറ്റുന്ന കുടുംബത്തിനോ അഡ്വക്കേറ്റിനോ മാത്രമാണ്. മാത്രമല്ല ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇപ്പൊ അതിനകത്തുള്ള അധികൃതർക്ക് തന്നെ അതിന് കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പേടിയുള്ളത് കൊണ്ടും അധികം ഒരു കോംപ്രമൈസ് ടോക്കിലോട്ട് തീരാറുണ്ട്. അതിനപ്പുറം പുറം ലോകമായിട്ട് വരാറില്ല. ഇവിടെ അഫാന് സംഭവിച്ചത് അഡ്വക്കേറ്റ് പറയുന്നതനുസരിച്ച് വലിയ ദുരൂഹതകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഒരു ജയിലിൽ പാലിക്കേണ്ട കുറച്ച് രീതികൾ, അപ്പോൾ പ്രത്യേകിച്ച് അതീവ സുരക്ഷാ സെല്ലുകൾ പാലിക്കേണ്ട രീതികളുണ്ട്. എങ്ങനെ അഫാൻ ഇത്ര ഉയരത്തിൽ കയറി അതിനകത്ത് ഇവരുടെ ഹാങ്ങിങ്ങിനെ പറ്റിയ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി? അത് തന്നെ വലിയൊരു വീഴ്ചയാണ് ജയിലിൽ സംബന്ധിച്ചിടത്തോളം. ഞാൻ വീണ്ടും പറയുന്നു, അഫാനെ അതിനകത്ത് ന്യായീകരിക്കുകയില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട് ജയിലിൽ പാലിക്കേണ്ട രീതികൾ. അപ്പൊ അത് അവിടെ ഇല്ല. അതായത് ആ ഒരു രീതികൾ പ്രേക്ഷകർ വിചാരിക്കും നമ്മൾ അഫാനെ സപ്പോർട്ട് ചെയ്യാണ്, നമുക്ക് ഈ സിസ്റ്റത്തോടുള്ള പ്രതികരണമാണ്. കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവിടെ നേരത്തെ പറയുക പോലെ തന്നെ ഗുരുതര വീഴ്ച ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അഫാൻ മാത്രമല്ല, അദ്ദേഹം നേരത്തെ പറയുക പോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്നത് അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയുന്നു വീണ്ടും പഴയ അവസ്ഥയിലാണ്, വെന്റിലേറ്ററിൽ തുടരുന്നു. അങ്ങനെയുള്ള വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. കേരളീയ സമൂഹം എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം. അഫാൻ ചെയ്യുന്നത് തീർത്തും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മാത്രമല്ല കേരളം കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള കൊലകളാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ സഹായത്തിൽ ഏറ്റവും വലിയ ശിക്ഷ, അതായത് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അഫാന് കിട്ടേണ്ടതെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മരിക്കേണ്ടവനാണ്, അങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം, അഫാന് ഇതിൽ കൂടുതൽ വലിയൊരു ശിക്ഷ ഇനി കിട്ടാനുണ്ടോ? കാരണം നേരത്തെ പറയുപോലെ തന്നെ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും പ്രേരിപ്പിച്ചതെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള അഫാന്റെ ജീവിതമാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് നോക്കുക, ഇനിയൊരു കോമാ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക. ഇപ്പോൾ പോലീസ് സർജൻ ഉമാദത്തൻ്റെ ഒരുപാട് ബുക്സ് ഞാൻ അത് മാത്രമല്ല ഒരുപാട് അങ്ങനത്തെ വർക്ക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കഴുത്തൊടിഞ്ഞ് തൂങ്ങുകയാണ് ചെയ്യുക. അതുകൊണ്ട് കോഡ് കട്ടാവും. അങ്ങനെയാണ് മരണം സംഭവിക്കുക. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു പേഷ്യൻ്റ് പിന്നെ പോകാൻ സാധ്യതയുള്ളൊരു കോമ സ്റ്റേജാണ്. ആ കോമ സ്റ്റേജിൽ നിശ്ചലമായി നിർജ്ജീവമായി ചിലപ്പോൾ അയാൾക്ക് കോൺഷ്യസ് ആണോന്ന് പോലുമുള്ള സിഗ്നൽസ് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അഫാനെ പ്രേരിപ്പിച്ചതാണോ അതോ അഫാൻ ചെയ്തതാണോ അതോ വേറെ ആരെങ്കിലും ഇതിനകത്ത് പങ്കാളിയായോ എന്നൊന്നും അതൊക്കെ അവിടെ മാറ്റി നിർത്തുക. എന്തായാലും ഇനിയുള്ള അഫാന്റെ ജീവിതം ഈ അഡ്വക്കേറ്റ്സ് എപ്പോഴെങ്കിലും ഈ എന്തെങ്കിലും CCTV വിഷ്വൽസിന്റെ കാര്യമോ നേരത്തെ പറയുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഇതിനു മുമ്പ് ഏതാണ്ട് ഒരു മാസം മുൻപോ അതിനുശേഷമോ നടന്നു അഫാനുമായിട്ട് കണ്ടുമുട്ടുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നതനുസരിച്ച്, അഫാന്റെ അഡ്വക്കേറ്റ് പറയുന്നതനുസരിച്ച് ഒരു തരത്തിലും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആളല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല
അഫാൻ പറയുന്നത് തന്റെ ഉപ്പയോടും ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അത് നമുക്ക് മാത്രം കിട്ടിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അഡ്വക്കേറ്റിന്റെ വഴി നമുക്ക് കിട്ടിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അഫാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് അതിനകത്ത് നേരത്തെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല പരിമിതികളുണ്ട് അഡ്വക്കേറ്റിന്, വീട്ടുകാരും അഫാനും. മാത്രമല്ല അഫാനെ ഇനി ആര് സംരക്ഷിക്കും, അല്ലെങ്കിൽ അഫാന് വേണ്ടി ആര് പോരണം, അതിനകത്ത് അഡ്വക്കേറ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നാണ് നിലവിൽ നമ്മുടെ പബ്ലിക് ഏറെക്കുറെ വീട്ടുകാർ ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. അതെ അതെ, ഈ എനിക്ക് മനസ്സിലാവുന്നതും ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ഇതിൽ അഫാന്റെ പിതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ അഫാന്റെ ആത്മഹത്യ വാർത്ത പുറത്തു വന്നപ്പോൾ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം അവൻ ചെയ്തതിന് അവൻ അനുഭവിക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരത് നടത്തിയ ഇന്റർവ്യൂ കണ്ടപ്പോഴും മനസ്സിലായി ഇതുവരെയും അഫാന്റെ മാതാപിതാക്കൾ ആരും ജയിലിൽ അഫാനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഈ വിസിറ്റോറിയൽ റൈറ്റ് ഉള്ളത് മാതാപിതാക്കൾക്കും പിന്നെ വക്കീലിനും മാത്രമായിട്ടാണ് പ്രൊവൈഡ് ചെയ്തത്. മാത്രമല്ല അഫാനെ ആരും ഫോൺ വിളിക്കാനൊന്നും തയ്യാറായിട്ടില്ല, വേറെ ആയിട്ട് പുറം ലോകമായിട്ട് കോൺടാക്റ്റ് ഇല്ല അഫാന് എന്നൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻ ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവിൽ അഫാനെ സംരക്ഷിക്കാൻ ഒരാരുമില്ല. ആരാണ് അഫാന്റെ വക്കീലിനെ നിയമിച്ചതെന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അഫാന്റെ വക്കീൽ അത് പുറത്തു പറയാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ സിസ്റ്റത്തിൽ പ്രതിഭാഗത്തിന് എപ്പോഴും ഒരു വക്കീലിൽ ഉണ്ടായിരിക്കണം. അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു അറേഞ്ച് ചെയ്യും. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിച്ചത്? എല്ലാവരും പറയും എന്തിനാണ് അഫാൻ എന്തായാലും ചെയ്തതിന് തെളിവുകളുണ്ടല്ലോ, തൂക്കിക്കൊന്നാൽ പോരെയും ചോദിക്കും. അഫാന്റെ ഒരു കേസിൽ മാത്രം നമുക്കിങ്ങനെ നിയമത്തിന്റെ വശങ്ങൾ എടുത്ത് മാറ്റാൻ പറ്റില്ല. നിയമ ചട്ടക്കൂടുകൾ വേണ്ടുന്നത് ഏതെങ്കിലും ഒരു അവസരത്തിൽ പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, ഞാൻ അഫാനെ കുറിച്ചല്ല പറയുന്നത്, പ്രതിയായി ആരോപിക്കപ്പെടുന്ന ഒരു ശരിയുണ്ടെങ്കിൽ അയാൾക്ക് ഭാഗം പറയാനുള്ള റൈറ്റാണ് നമ്മൾ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ സമൂഹം ആരെയാണ് പ്രതിയാക്കുന്നത് അയാൾക്ക് സുഖമായിട്ട് അയാളെ ശിക്ഷിക്കാനും വാദിഭാഗത്തിന് സുഖമായി ഇറങ്ങിപ്പോകാനും സാധിക്കും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തുല്യവും നീതിയുക്തമായിരിക്കണം വിധികൾ അല്ലെങ്കിൽ ശിക്ഷകൾ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് വാദിയുടെയും പ്രതിയുടെയും ഭാഗത്ത് വക്കീലന്മാരുണ്ടാവേണം എന്ന് കോടതി ശാസിക്കുന്നത്. അതൊരു സിവിൽ സൊസൈറ്റിയുടെ ബാധ്യതയാണ്. ആ ബാധ്യതയെ നമ്മൾ മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ അവനെ വെടിവെച്ച് കൊല്ലാം എന്ന് പറയുന്നത് ഒരു മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അഫാന്റെ വക്കീലിനെയും ഒരുപാട് ആളുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ലിഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉപ്പയും ഉമ്മയും കൂടെ കൈവിട്ടപ്പോൾ പിന്നെ എന്തിനു വേണ്ടി സംസാരിക്കുന്ന ചോദ്യം വരുന്നു. മാത്രമല്ല ഇവിടെ അഡ്വക്കേറ്റിന്റെ ഒരു പ്രവൃത്തി, അതിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡ്വക്കേറ്റുമാർക്ക് അവരുടെ മുമ്പിൽ പ്രതികളായിരിക്കില്ല, അവരുടെ ഒരു കക്ഷിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഏതൊക്കെ വരെ പോവുക എന്നുള്ളതാണ് അഡ്വക്കേറ്റിന്റെ ഒരു ധർമ്മം. ഇപ്പൊ ഒരു ഡോക്ടറുടെ ചുമതല എന്താണ്? ഇപ്പോൾ കൊടും കുറ്റവാളി ഇപ്പൊ അഫാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ അവിടെ മനുഷ്യരാണ്, അവിടെ പ്രതിയോ വാദിയോ എന്നുള്ളതില്ല. അതുപോലെ തന്നെയാണ് അഡ്വക്കേറ്റിനും അവിടെ അവർക്ക് മുമ്പിലുള്ള കക്ഷികൾ എത്രയും ഏത് രീതിയിലൊക്കെ സഹായിക്കാൻ പറ്റുമോ പക്ഷെ അതാ രീതിയിൽ അവർക്ക് സഹായം നൽകുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. നേരത്തെ പറയുമ്പോൾ തന്നെ അഡ്വക്കേറ്റിന് കുറെ രീതിയിൽ അതിനകത്ത് വ്യക്തിപരമായിട്ടും ഇത്തരത്തിലുള്ള ഇത് വരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിന്റെ ധർമ്മം അത് കൃത്യമായിട്ട് ചെയ്യും. മാത്രമല്ല പോലീസുകാരെല്ലാം തന്നെ ഇവർക്കെതിരെ, പോലീസുകാർ പോലും ഈ നിയമം അറിയാവുന്ന ഏകദേശം അറിയാവുന്ന പോലീസുകാർ പോലും ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. മാത്രം ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ അഫാൻ ഈ ആത്മഹത്യ ചെയ്തപ്പോൾ തന്നെ ഇദ്ദേഹം അറിയുന്നത്, അതായത് അഫാന്റെ സ്വന്തം അഡ്വക്കേറ്റ് അറിയുന്നത് വാർത്തകൾ വന്നപ്പോഴാണ്. പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അറിയിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്. അതായത് ഇപ്പോൾ അഫാന്റെ രക്ഷകർത്താവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ട് നേരത്തെ അപ്പം സ്വാഭാവികമായിട്ട് അറിയിക്കേണ്ടത് അഡ്വക്കേറ്റിനെയാണ്. അത് ഇവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അഫാനായിക്കോട്ടെ, ഇതിന് പകരം ഇപ്പോൾ ആരോപണം എന്ന് ഒരു സാധാരണ ചെയ്യാത്തൊരു കുറ്റത്തിന് ഒരു പ്രതി വരികയാണെങ്കിൽ അയാളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കണം? ഇപ്പോൾ കുറെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം. നിയമം അഫാന് ഇപ്പോൾ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നിയമം അഫാന് ശിക്ഷ വിധിക്കട്ടെ, അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സാധാരണക്കാരെപ്പോഴും അവരുടെ വശം വൈകാരികമായിട്ട് ചിന്തിക്കുന്നതാണ്. നമ്മളും മാനുഷിക വികാരങ്ങളുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരാണെങ്കിൽ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ അവരുടേതായ കടമകളുണ്ട്. ആ രീതിയിൽ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ അവസ്ഥ കൂടി ഈ ഒരു രംഗത്തുള്ളവരുടെ അവസ്ഥകൾ കൂടി സാധാരണക്കാർ മനസ്സിലാക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്.